നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പണം സുധാകരനു വീക്ക്നെസ്. വനം മന്ത്രിയായിരുന്നപ്പോഴും അഴിമതിയിൽ ആറാട്ട്. ഗുരുതര ആരോപണവുമായി ഡ്രൈവർ പ്രശാന്ത് ബാബു. ലഹരിവിരുദ്ധ ദിനം, നാടെങ്ങും ബോധവൽക്കരണം. സമൂഹം നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ. ചെറുകുന്ന് മുണ്ടപ്പുറം സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കുടിവെള്ള പൈപ്പടക്കം നശിപ്പിച്ചു. 25,000-ഓളം രൂപയുടെ നാശനഷ്ടം. വാർത്തകൾ വിശദമായി. കെ സുധാകരൻ വനം മന്ത്രിയായിരുന്നപ്പോഴും അഴിമതി നടത്തിയെന്ന് മുൻ കോൺഗ്രസ് പ്രവർത്തകനും സുധാകരന്റെ സന്തത സഹചാരിയുമായിരുന്ന പ്രശാന്ത് ബാബു. മന്ത്രിയായിരിക്കെ നടത്തിയ അഴിമതിയെക്കുറിച്ച് എ.കെ. ആന്റണിയെ അറിയിച്ചിരുന്നുവെന്നും പ്രശാന്ത് ബാബു കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മോൺസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ സുധാകരൻ പ്രതി ചേർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രശാന്ത് ബാബു. ആ കമ്മീഷൻ നൽകാൻ തയ്യാറല്ല എന്ന് മാനേജ്മെന്റ് പറഞ്ഞപ്പോഴാണ് അവർ ഇതിൽ നിന്ന് വ്യതിചലിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പല ഞാൻ പ്രതികരിച്ചു, അതായത് മാനേജ്മെന്റ് പ്രതികരിച്ചു. മാനേജ്മെന്റ് ഇദ്ദേഹം 50 ലക്ഷം രൂപ കമ്മീഷൻ ആവശ്യപ്പെട്ടു, അത് നൽകാൻ തയ്യാറല്ല എന്ന് അവർ പറഞ്ഞു. ഇതിലുള്ള ഒരു ഡയറക്ടർ തന്നെയാണ്, ഇതുമായി രാജകുടുംബമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് എന്നോട് അന്ന് വന്ന് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇന്ന് ഓർക്കുന്നില്ല. എനിക്ക് അത് ട്രസ്റ്റിന്റെ പേരിലല്ലേ, പിന്നീട് ആ ട്രസ്റ്റിന്റെ പേര് തന്നെ മാറ്റി അദ്ദേഹത്തിന് സ്വാധീനമുള്ള രീതിയിലേക്ക് ട്രസ്റ്റിനെ മാറ്റുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് മാത്രം സാമ്പത്തികമായി ഇടപാടുകൾ നടത്താൻ പറ്റുന്ന രീതി. പണം സുധാകരന് വീക്ക്നെസ് ആണ്. താൻ കണ്ണൂർ നഗരസഭാ കൗൺസിലറായിരിക്കെ വൻ അഴിമതിക്ക് സുധാകരൻ ശ്രമിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് താൻ പരാതി നൽകിയതിനാലാണ് ആ അഴിമതി നടക്കാതെ പോയത്. സുധാകരന്റെ ഇടപെടലിനെതിരെ നിരന്തരം പാർട്ടിയിൽ പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രശാന്ത് ബാബു കുറ്റപ്പെടുത്തി. നേരത്തെ സുധാകരനെതിരെ വിജിലൻസ് നൽകിയ പരാതിയിൽ നാളെ ഹാജരാകാൻ വിജിലൻസ് തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രശാന്ത് ബാബു കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ കൂട്ടായ്മ സിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി മുക്ത ദിനമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ആ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ സിറ്റിയിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ ഒരു ഏകദിന ഉപവാസമാണ് ഈ പ്രദേശത്തുള്ള ആ ലഹരി വിരുദ്ധ കൂട്ടായ്മയും ഈ പ്രദേശ നിവാസികളും എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ബോധവൽക്കരണ പരിപാടി ഇന്ന് രാവിലെ 10:30 മണി മുതൽ ഇവിടെ കണ്ണൂർ സിറ്റിയിൽ വെച്ച് നടക്കുകയാണ്. സമൂഹം നിതാന്ത ജാഗ്രതയോടെ ഇരുന്നാൽ മാത്രമേ ലഹരി എന്ന വിപത്തിനെ ഈ നാട്ടിൽ നിന്നും ഇല്ലാതാക്കാനാവൂ എന്ന് അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ പറഞ്ഞു. ആവശ്യമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ ഭാവിയിൽ അതിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടവരാണ് നമ്മൾ. സമൂഹത്തിന് താങ്ങാവേണ്ടവരാണ് നമ്മൾ. അങ്ങനെ സമൂഹത്തിന് താങ്ങാവേണ്ട ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഏറ്റവും നല്ല ചെറുപ്പക്കാരനായി മാറേണ്ട ഒരാൾ അവരുടെ ശൈശവദശയിൽ തന്നെ ലഹരി കടിമയായാൽ ആ ജീവിതം പാഴ്ജന്മമായി മാറും. അങ്ങനെ ആവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ലഹരി വിരുദ്ധ ചെയർമാൻ പി മുബഷീർ അധ്യക്ഷത വഹിച്ചു. കെ നിസാമുദ്ദീൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷറഫുദ്ദീൻ, ഫൈസൽ, സി ഇംതിയാസ്, റഫീഖ്, സി സമീർ, ഡോക്ടർ സലീം, ഡോക്ടർ സുൽഫിക്കർ അലി തുടങ്ങിയവർ പങ്കെടുത്തു. ഏകദിന ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ സമരപ്പന്തലിൽ എത്തി. ലഹരി വിരുദ്ധ കൂട്ടായ്മ സിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് ഹംദർദ് കോളേജിലെയും ഗവൺമെന്റ് സിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിലെയും DIS ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, അൽനൂർ ഇസ്ലാമിക് സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുമാണ് പ്രകടനമായി എത്തിയത്. ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനും സംയുക്തമായി ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. SI വിനോദ് RP ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ മഹറൂഫ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റർ സാജിദ, P സിന്ധു PV തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്കൂളിലെ സയൻസ് എക്കോ ക്ലബ്ബുകളിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പണം
സുധാകരന് വീക്ക്നെസ്. വനം മന്ത്രിയായിരുന്നപ്പോഴും അഴിമതിയിൽ ആറാട്ട്. ഗുരുതര ആരോപണവുമായി ഡ്രൈവർ പ്രശാന്ത് ബാബു. ലഹരിവിരുദ്ധ ദിനം, നാടെങ്ങും ബോധവൽക്കരണം. സമൂഹം നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ. ചെറുകുന്ന് മുണ്ടപ്പുറം സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കുടിവെള്ള പൈപ്പടക്കം നശിപ്പിച്ചു. 25,000-ഓളം രൂപയുടെ നാശനഷ്ടം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wynard Village Resort. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ ചെറുകുന്ന് മുണ്ടപ്പുറം ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം. സ്കൂളിലെ ശുദ്ധജല പൈപ്പടക്കം തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവമുണ്ടായത്. സ്കൂൾ അധികൃതർ കണ്ണപുരം പോലീസിന് പരാതി നൽകി. മുണ്ടപ്പുറം സ്കൂളിൽ രാത്രിയിലെത്തിയ സാമൂഹ്യ വിരുദ്ധരാണ് 40ഓളം വരുന്ന വാട്ടർ ടാപ്പുകളും സ്കൂളിന്റെ ശുദ്ധജല വിതരണ പൈപ്പും തകർത്തത്. സ്കൂളിലെ നിരീക്ഷണ ക്യാമറ, പുതുതായി നിർമ്മിച്ച ടോയ്ലറ്റ്, വാതിലുകൾ, ടോയ്ലറ്റുമായി അനുബന്ധപ്പെട്ട പൈപ്പുകൾ എന്നിവയും നശിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും നിർമ്മിച്ച പുതിയ ടോയ്ലറ്റുകളുടെ ഗ്രില്ലിന്റെ പൂട്ട് കല്ലുപയോഗിച്ച് തകർക്കാനും ശ്രമമുണ്ടായി. രാവിലെ സ്കൂൾ തുറക്കാനെത്തിയ ജീവനക്കാരാണ് സംഭവം ആദ്യം അറിഞ്ഞത്. ഏകദേശം 25,000-ഓളം രൂപയുടെ നാശനഷ്ടം വന്നിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ, വൈസ് പ്രസിഡന്റ് PV സജീവൻ, വികസന സമിതി ചെയർമാൻ K മോഹനൻ, വാർഡ് മെമ്പർമാർ, സ്കൂൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ സ്കൂൾ സന്ദർശിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് വലിച്ചെറിയൽ മുക്ത വാർഡായി പ്രഖ്യാപിച്ചു. വാർഡ് 22 പടിഞ്ഞാറേച്ചാൽ ശിശുമന്ദിരത്തിൽ നടന്ന ചടങ്ങ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അഷ്റഫ് ടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. അൻഫിദ മാലിന്യ പ്രശ്നങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. പ്രേരക് ഷാജിദ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
എന്റെ ഉത്തരവാദിത്തമാണെന്നും എനിക്ക് ബോധ്യമുണ്ട്. ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. തെറ്റായ രീതിയിൽ മാലിന്യം സംസ്കരിക്കുന്ന രീതികൾ പിന്തുടരില്ല. എന്റെ പഞ്ചായത്ത് പൊതുയിടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യ നിക്ഷേപങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ സജീവമായി പങ്കാളിയാകും. ഡിവൈഎഫ്ഐ അഴീക്കൽ മേഖലാ കമ്മിറ്റി AKG ആശുപത്രിയുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ഡയറക്ടർ P. ബാലകൃഷ്ണ പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ അഴീക്കൽ മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് AKG ആശുപത്രിയുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. പ്രസിഡന്റ് സാരംഗ് P. അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി ഷിസിൽ തേനായി, ഡോക്ടർ ശ്രീഹരി ശ്രീധർ, ഡോക്ടർ അക്ഷയ് കുമാർ, ഡോക്ടർ വിശാഖ, സുകേഷ് VP, സായൂജ് RP, അനാമിക പൊന്നു, വർഷ തമ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി ന്യൂസ്, കണ്ണൂർ. MV ഗോവിന്ദനും ദേശാഭിമാനിക്കും എതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് K. സുധാകരൻ MP. പുരാവസ്തു തട്ടിപ്പ് കേസ് റദ്ദാക്കൽ ഉടൻ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. MV ഗോവിന്ദനും ദേശാഭിമാനിക്കുമെതിരെ മാനനഷ്ട കേസ് 2 ദിവസത്തിനകം നൽകുമെന്നും K. സുധാകരൻ പറഞ്ഞു. എന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. ഞാൻ ഒരു കേസിൽ പ്രതിയാകുമ്പോൾ അത് പാർട്ടിയെ എഫക്റ്റ് ചെയ്യുന്നു എങ്കിൽ അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സന്നദ്ധയെ അറിയിച്ചു, ഞാൻ മാറി നിൽക്കുന്നു. പക്ഷേ നേതൃത്വം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു, ഹൈക്കമാൻഡ് അടക്കം ആവശ്യപ്പെടുന്നു, കണ്ടിന്യൂ ചെയ്യണം, നിർബന്ധമാണ്, ആവശ്യമില്ലാതെ ചിന്തിക്കരുത് എന്ന് പറയുന്നു. ഞാൻ അവരുടെ തീരുമാനത്തെ, അവരുടെ അഭിപ്രായത്തെ ഞാൻ സ്വീകരിക്കുന്നു. അതവിടെ അവസാനിച്ചു. ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. ഇനി അതിനെക്കുറിച്ച് ചോദിക്കരുത്. അങ്ങനെ വന്നാൽ അപ്പോൾ ആലോചിക്കാം. വരാൻ പോകുന്ന കാലത്ത് ജന്മത്തിൽ പട്ടിയാകുന്നതിന് ഇപ്പോഴേ കുറച്ച് പഠിക്കാൻ പറ്റുള്ളൂ. ഇല്ലല്ലോ, അത് പട്ടിയാകുമ്പോൾ നമുക്ക് കുറക്കാം, ശീലിക്കാം. പിന്നെ AK ബാലന്റെ പ്രസ്താവനയില്ലേ, അത്ര സീരിയസ് ആക്കി എടുക്കില്ല. ഗോവിന്ദൻ മാഷല്ല, ഗോവിന്ദൻ MV ഗോവിന്ദൻ പറയുന്നതും AK ബാലൻ പറയുന്നതിലും ഏതാണ്ട് തുല്യമാണ്. അതിനൊന്നും അർത്ഥവുമില്ല, നിലപാടുമില്ല. പുരാവസ്തു തട്ടിപ്പ് കേസ് റദ്ദാക്കാൻ ഉടൻ കോടതിയെ സമീപിക്കും. AK ബാലന്റെയും MV ഗോവിന്ദന്റെയും ആരോപണങ്ങൾക്ക് മറുപടിയില്ല. KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയില്ല. കേസുണ്ടായ സാഹചര്യത്തിൽ തുടരുന്നത് ധാർമ്മികമായി ശരിയല്ലാത്തതുകൊണ്ടാണ് സ്ഥാനം ഒഴിയുമെന്ന് പറഞ്ഞത്. എന്നാൽ ഹൈക്കമാൻഡും നേതാക്കളും ഒറ്റക്കെട്ടായി തുടരണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടെ ആ ചാപ്റ്റർ അവസാനിച്ചുവെന്നും സുധാകരൻ പറഞ്ഞു. ചോദ്യം ചെയ്യലിനു ശേഷം പൂർണ്ണ ആത്മവിശ്വാസം ഉണ്ടായി. അന്വേഷണവുമായി സഹകരിച്ചു. കേസിൽ ചുക്കും ചുണ്ണാമ്പുമില്ലെന്ന് മനസ്സിലായെന്നും K. സുധാകരൻ MP പറഞ്ഞു. ക്രിമിനൽ കേസിലെ പ്രതിയെ പ്രസിഡന്റായി പേരേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് എന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കോൺഗ്രസിന് തന്നെ സുധാകരൻ ഭാരമായി എന്നതാണ് സത്യമെന്നും MV ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസിന് തന്നെ സുധാകരൻ ഭാരമായി മാറി. അത്തരമൊരാളെ പ്രസിഡന്റായി പേറേണ്ടതുണ്ടോ എന്ന് കോൺഗ്രസ് തന്നെയാണ് വ്യക്തമാക്കേണ്ടതെന്നും MV ജയരാജൻ പറഞ്ഞു. പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട ശേഷവും മോൺസൺ മാവുങ്കൽ ആത്മമിത്രമാണ് എന്ന് സുധാകരൻ പറയുന്നത് വലിയ തെളിവ് എന്തെങ്കിലും മോൺസന്റെ കൈവശമുണ്ടോ എന്ന സംശയത്തിന് ഇടയാക്കുന്നതാണെന്നും സുധാകരൻ പ്രസിഡന്റ് പദവി ഒഴിയേണ്ട എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്നും MV ജയരാജൻ പറഞ്ഞു. സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന സമയത്ത് മോൺസന് പണം കൊടുത്ത അനൂപ് മുഹമ്മദ് ആ പണത്തിൽ ഒരു പങ്ക് സുധാകരന് കൊടുത്തു എന്നുള്ളത് കണ്ടയാളും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ തെളിവല്ല. ഒരു തട്ടിപ്പ് കേസിൽ വസ്തുതകൾ കോടതിയുടെയും നിയമ സംവിധാനത്തിന്റെയും മുമ്പാകെ കൊടുക്കുന്നതിനു വേണ്ടി, സമർപ്പിക്കുന്നതിനു വേണ്ടി കോടതിയിൽ പോയി നൽകിയ തെളിവുകളാണ്. ഡിജിറ്റൽ തെളിവുകൾ ഏറെയുണ്ട്. VD സതീശൻ സമാനമായ തട്ടിപ്പിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് എത്താൻ അഴിമതിയും വെട്ടിപ്പും നടത്തിയാൽ മതിയെന്ന അവസ്ഥയാണെന്നും MV കൂട്ടിച്ചേർത്തു. മോൺസൺ പീഡിപ്പിച്ച അപരാജിതയുടെ മൊഴിയിൽ സുധാകരന്റെ പേരുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ തെളിവല്ലെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ വിമാനത്താവളത്തെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ആര് നേതൃത്വം നൽകിയാലും പിന്തുണയ്ക്കുമെന്ന് K. സുധാകരൻ. ഗ്ലോബൽ KMCC സംഘടിപ്പിച്ച ചിറകൊടിയുന്ന കണ്ണൂർ എന്ന വിഷയത്തിൽ നടത്തിയ ചർച്ചാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കണ്ണൂർ വിമാനത്താവളത്തെ സംരക്ഷിക്കുന്നതിനാവശ്യമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ആര് നേതൃത്വം നൽകിയാലും അതിന് രാഷ്ട്രീയം നോക്കാതെ പിന്തുണ നൽകുമെന്ന് കെ സുധാകരൻ. ഇത് ഉത്തര മലബാറിന്റെ വികസനത്തിന്റെ പ്രശ്നമാണ്. കണ്ണൂർ വിമാനത്താവളം നിലവിൽ വന്നപ്പോൾ ഏറെ സന്തോഷിച്ചവരാണ് ഉത്തര മലബാറുകൾ. എന്നാൽ ഈ വിമാനത്താവളത്തെ ഇല്ലാതാക്കാൻ വലിയൊരു ലോബി പുറമേ നിന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിമാനത്താവളത്തിന്റെ വികസന പ്രശ്നവുമായി ഒരുപാട് തവണ കേന്ദ്ര വ്യോമയാന മന്ത്രി അടക്കമുള്ളവരെ ബന്ധപ്പെട്ടപ്പോഴൊക്കെയും വികസനത്തിന് അനുകൂലമായ മറുപടിയല്ല ലഭിച്ചത്. എന്തുതന്നെയായാലും ഈ വിമാനത്താവളം സംരക്ഷിക്കേണ്ടത് കണ്ണൂരുകാരുടെ ഒരു ബാധ്യതയാണെന്നും സുധാകരൻ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. കർണാടകയിലെ ഒരു പരിധിയിൽ നിന്നും ഒരുപാട് കണ്ണൂരിലേക്ക് വരുന്നുണ്ട്. മംഗലാപുരത്തിന്റെ ബോർഡറിൽ നിന്ന് വരുന്നു. വിദേശ ഫ്ലൈറ്റ് പോലെ നാട്ടിലെ ലോക്കൽ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അതെല്ലാം വിളിച്ചില്ലേ. ഇപ്പൊ എത്ര ഫ്ലൈറ്റാണുള്ളത്? സാധാരണ ഫ്ലൈറ്റ് ഇവിടെ ആകില്ല. ചെന്നൈ ഫ്ലൈറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ചോദിക്കുമ്പോഴൊക്കെ ഇല്ല പറയുന്നതാണ്. ടിക്കറ്റ് ചോദിച്ചാൽ എല്ലതില്ല, പൊട്ടില്ല. ഹൈദരാബാദിൽ പോയില്ല, ഗോവ അതിൽ പോയില്ല, പോയി ബോംബെയിലേക്ക് പോയിട്ടോന്ന് എനിക്കറിയില്ല. ഡൽഹിയില്ല, ഡൽഹിയുടെ ഫ്ലൈറ്റ് പിൻവലിച്ചു. വിമാനത്താവളത്തിന്റെ വികസന സാധ്യതകളെ തന്നെ തകിടം മറിക്കുന്ന ബാഹ്യശക്തികളുടെ ഇടപെടലുകളിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ KMCC കണ്ണൂർ ജില്ലാ കൺവീനർ ഉമർ അരിമ്പാമ്പ്ര സ്വാഗതം പറഞ്ഞു. മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പുനത്തിൽ ബാഷിദ്, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി.കെ. രമേഷ് കുമാർ, പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി അംഗം പ്രശാന്ത് പുത്തലത്ത്, വേക്ക് പ്രതിനിധി അബ്ദുൽ ഖാദർ പനക്കാട്ട്, ജില്ലാ മുസ്ലിം ജനറൽ സെക്രട്ടറി KT സഹദുള്ള, ഗ്ലോബൽ KMCC ജില്ലാ ചെയർമാൻ TP അബ്ബാസ് ഹാജി, മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് KA ലത്തീഫ്, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, MP മുഹമ്മദ് അലി, NK റഫീഖ് മാസ്റ്റർ, BK അഹമ്മദ് തുടങ്ങിയവർ ചർച്ചാ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. മുസ്ലിം ലീഗിന് ഏറെ പ്രസരിപ്പുള്ള കാലമാണിതെന്ന് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ബഷീർ. മുസ്ലിം ലീഗ് ജില്ലാ നേതൃയോഗം വാഖഫി തങ്ങൾ സൗദത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെന്നൈയിൽ നടന്ന പാർട്ടിയുടെ 75ാം വാർഷികാഘോഷത്തിലെ പ്രവർത്തകരുടെ പങ്കാളിത്തവും സംഘാടനവും അതാണ് തെളിയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമീപകാലത്ത് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയുന്ന പ്രസരിപ്പ് ലീഗിനുണ്ടായിട്ടുണ്ട്. ചെന്നൈയിൽ നടന്ന പാർട്ടിയുടെ 75ാം വാർഷികാഘോഷത്തിലെ പ്രവർത്തകരുടെ പങ്കാളിത്തവും സംഘാടനവും അതാണ് തെളിയിക്കുന്നത്. ലീഗ് പ്രവർത്തകർക്കിടയിൽ ചെന്നൈ സമ്മേളനത്തിന്റെ ആവേശം ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. കർണാടക തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനവും അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലവും ലീഗിനും കോൺഗ്രസിനും മതേതര സഖ്യത്തിനും പ്രസരിപ്പുണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അത് വായിക്കാനുള്ള കഴിഞ്ഞ, പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അതേമാതിരി ഒരു സൗകര്യം ഇറങ്ങിയില്ല. ബെസ്റ്റായിട്ട് ചരിത്രത്തിന്റെ എല്ലാ സംഗതികളും വെച്ചുകൊണ്ട് വലിയൊരു സൗകര്യമാണ്. അപ്പൊ അവരൊരു ഉത്തരവാദിത്ത ബോധത്തെ പറ്റി കഴിഞ്ഞാൽ ആലോചിക്കുന്നത് അത് അവർക്ക് തയ്യാറായിട്ട് നമ്മളെ എനിക്ക് കിട്ടി, അവർ നമ്മളെല്ലാ വർക്കെ പറ്റി മെമ്പർമാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് എല്ലാ സംഗതികളും അതിൻ്റെ ഒരു ആവേശവും അന്ന് നടത്തിയ സ്വഭാവവും ഞങ്ങളൊക്കെ ആദ്യം പ്രോഗ്രാമൊക്കെ കണ്ടപ്പോൾ ആദ്യം ഈ പരിപാടിയൊക്കെ എങ്ങനെ നടപ്പിലാക്കിയെടുക്കുക ഈ 2 ദിവസം കൊണ്ട് എന്നൊക്കെ വളരെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായൊരു ഫ്രെയിമിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി അലഹംദുലില്ലാ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരിൽ ഒരു നവോന്മേഷം സൃഷ്ടിക്കുവാൻ ആ സംഭവത്തിന് സാധിക്കുകയില്ല. ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബ്ദുറഹ്മാൻ കല്ലായി, PK അബ്ദുള്ള, പാറക്കൽ അബ്ദുള്ള, ജില്ലാ സെക്രട്ടറി KT സഹദുള്ള, ജില്ലാ ഭാരവാഹികളായ മഹമ്മൂദ് കടവത്തൂർ, അഡ്വക്കേറ്റ് KA ലത്തീഫ്, VP വമ്പൻ, KP താഹിർ, ഇബ്രാഹിം മുണ്ടേരി, KV മുഹമ്മദ് അലി ഹാജി, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, TA തങ്ങൾ, അൻസാരി തില്ലങ്കേരി, CK മഹമ്മൂദ് മാസ്റ്റർ, MP മുഹമ്മദ് അലി, മഹമ്മൂദ് അള്ളാങ്കുളം, TP മുസ്തഫ, NK റഫീഖ് മാസ്റ്റർ, PK സുബൈർ, BK അഹമ്മദ്, STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം, മറ്റു പ്രതിനിധികളും നേതാക്കളും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 10 രൂപ കൂടി. 1 ഗ്രാമിന് 5435 രൂപ, പവന് 43,480 രൂപ, വെള്ളി 70 രൂപ. അറിയിപ്പ്. കാലാവസ്ഥ.
ഇന്നും നാളെയും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിലും, ചൊവ്വാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കാനും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പണം സുധാകരന് വീക്ക്നെസ്. വനം മന്ത്രിയായിരുന്നപ്പോഴും അഴിമതിയിൽ ആറാട്ട്. ഗുരുതര ആരോപണവുമായി ഡ്രൈവർ പ്രശാന്ത് ബാബു. ലഹരിവിരുദ്ധ ദിനം, നാടെങ്ങും ബോധവൽക്കരണം. സമൂഹം നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ. ചെറുകുന്ന് മുണ്ടപ്പുറം സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കുടിവെള്ള പൈപ്പടക്കം നശിപ്പിച്ചു. 25,000-ഓളം രൂപയുടെ നാശനഷ്ടം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.